ടെയിൽവിൻ CSS എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ടെയിൽവിൻ CSS. നിങ്ങൾക്കറിയാം, അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അഡ്രസ് ബാറിൽ വന്നുകൊണ്ട് CMD ടൈപ്പ് ചെയ്ത് കോഡ് സ്പേസ് ഡോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡർ നേരെ VS കോഡിൽ ഓപ്പണായി വരും. ഇവിടെ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് package.json എന്ന് പറയുന്ന ഒരു ഫയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടെർമിനലിൽ വന്നുകൊണ്ട് ന്യൂ ടെർമിനൽ എടുക്കുക, npm init -y എന്ന കമാൻഡ് കൊടുത്ത് അത് റൺ ചെയ്ത് എടുക്കുക. package.json നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ അത് റണ്ണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അത് പുറകെ പറയാം. തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുക. അടുത്തതായിട്ട് ടെയിൽവിൻ CSS ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമാൻഡ് കൊടുത്തിട്ടുണ്ട്, npm install -d tailwind CSS. അതുപോലെ തന്നെ കോപ്പി ചെയ്തെടുക്കുക. ശേഷം VS കോഡിൻ്റെ ടെർമിനലിൽ വന്നുകൊണ്ട് അത് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അല്പം സമയമെടുക്കും അത് ഇൻസ്റ്റാളായി വരാൻ. ടെയിൽവിൻ CSSൻ്റെ നോഡ് മൊഡ്യൂളുകൾ ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫോൾഡറിനകത്താണ് നമ്മുടെ HTML ഫയലും അതുപോലെ തന്നെ CSS ഫയലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആ ഫോൾഡറിനൊരു പേര് കൊടുക്കാം. പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡറിന് പേര് കൊടുത്തു. ഈ ഫോൾഡറിനകത്ത് വന്നുകൊണ്ട് നമ്മുടെ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. index.html ഇൻഡെക്സ് ഫയലിൽ വന്നുകൊണ്ട് നിങ്ങൾക്കറിയാം, എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്ത് ടാബ് അമർത്തി കഴിഞ്ഞാൽ HTML ബോയിലർ പ്ലേറ്റ് അവിടെ ക്രിയേറ്റഡ് ആവും. നമുക്കൊരു ടൈറ്റിലും കൊടുക്കാം, ടെയിൽവിൻ CSS ഇൻസ്റ്റലേഷൻ കൊടുത്തു. തൽക്കാലം ആ ഇൻഡെക്സ് ഫയൽ ക്ലോസ് ചെയ്യാം. ശേഷം ഈ ഫോൾഡറിനകത്ത് തന്നെ, പബ്ലിക് ഫോൾഡറിനകത്ത് തന്നെ CSS ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു ഫോൾഡർ കൂടെ കൊടുക്കുക. CSS കൊടുത്തു. ആ ഫോൾഡറിനകത്ത് നമ്മളൊരു input.css എന്ന പേരിലൊരു CSS ഫയലും കൊടുക്കുകയാണ്. ഇനി ഈ input.cssനകത്തേക്ക് ടെയിൽവിൻ CSSൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിനകത്തേക്ക് ടെയിൽവിൻ CSSൻ്റെ ഒരു 3 കമാൻഡ് കോപ്പി ചെയ്ത് അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ടെയിൽവിൻ CSSൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അത് സേവ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ടെയിൽവിൻ CSSൻ്റെ ഒരു കോൺഫിഗറേഷൻ ഫയലുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ npx tailwind css init എന്ന് പറയുന്ന ഒരു കമാൻഡുണ്ട്. അത് കോപ്പി ചെയ്തെടുക്കുക. നേരെ ടെർമിനലിൽ വന്നുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം tailwind.config.js എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റഡ് ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ tailwind.config.jsനകത്ത് ഇവിടെ ഈ കണ്ടൻറ് ഏരിയയിൽ നമുക്കൊരു ഇതിൻ്റെ ഫയൽ പാത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതായത് ഇവിടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമാൻഡ് കാണാം. tailwind.config.jsൽ നമ്മൾ കണ്ടൻറ് ഏരിയയിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്കിതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ദെൻ ഇവിടെ കൊണ്ടുവന്ന് കണ്ടൻറ് ഏരിയയിൽ സെയിം ഫയലിൽ തന്നെ config.jsൽ അതങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് മനസ്സിലാക്കി തരാം. അതായത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് പബ്ലിക് ഫോൾഡറാണ്, പക്ഷേ ഇവിടെ SRC ആണ്. അത് മാറ്റിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ എന്താണോ അത് കൊടുക്കുക, പബ്ലിക് ഫോൾഡർ. ശേഷം അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെയിൽവിൻ CSSൽ നമ്മൾ ഏതൊക്കെ ഫയൽ ഫോർമാറ്റുകളാണ് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പാത്ത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ HTMLും JSഉം ഇവിടെ ഉണ്ട്. തൽക്കാലം നമ്മൾ JS യൂസ് ചെയ്യുന്നില്ല, HTML മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയും ആവശ്യമില്ല. .html ഫയൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും പബ്ലിക് ഫോൾഡറിനകത്തുള്ള HTML ഫയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഡബിൾ സ്റ്റാർ ആവശ്യമില്ല. കാരണം ഈ പബ്ലിക് ഫോൾഡറിനകത്ത് വീണ്ടും ഒരു ഫോൾഡറിനുള്ളിലാണ് ഇൻഡെക്സ് ഫയൽ, അതായത് HTML ഫയൽ കിടക്കുന്നതെങ്കിൽ മാത്രം ഡബിൾ സ്റ്റാർ യൂസ് ചെയ്യുക. ഇന്നർ ഫോൾഡർ എന്നുള്ള രീതിയിലാണ് ഡബിൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്നർ ഫോൾഡറിലല്ല, ഡയറക്റ്റ് പബ്ലിക് ഫോൾഡറിനുള്ളിൽ തന്നെയാണ് HTML ഫയൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അതിൻ്റെ പാത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത input.cssൽ നമ്മൾ എഴുതുന്ന ടെയിൽവിൻ CSSൻ്റെ കോഡുകൾ അത് നമ്മൾ സാസിൽ ചെയ്യുന്നത് പോലെ അത് റൺ ചെയ്ത് നോർമൽ CSSലേക്ക് ബിൽഡ് ചെയ്ത് പുതിയൊരു CSS ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരേണ്ടതുണ്ട്.
അപ്പോൾ അതിനൊരു കമാൻഡുണ്ട്. ആ കമാൻഡ് ഇവിടെ CSS വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാം. ടെർമിനൽ റൺ ചെയ്യേണ്ട ഒരു കമാൻഡാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ കോപ്പി ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് npx tailwind i എന്നുള്ളത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ടാണ്. അതായത് ഏത് സോഴ്സിൽ നിന്നാണ്, എവിടെ നിന്നാണ് നമുക്കത് കമ്പൈൽ ചെയ്ത് ജനറേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പാത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പബ്ലിക് ഫോൾഡറിനകത്ത് CSS ഫോൾഡറിനകത്ത് input.css എന്ന് പറയുന്ന ഫയലിൽ നിന്നാണ് അത് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇനി -o അതായത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എങ്ങോട്ട്, ഏത് ഫയലിലേക്ക്, അതിൻ്റെ റൂട്ടും, അതായത് ഈ ഫോൾഡറിൽ തന്നെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ റൂട്ട് CSS ഫോൾഡറിനകത്ത് style.css എന്ന് പറയുന്ന ഒരു പേരിലാണ് നമുക്കത് ജനറേറ്റായി വരേണ്ടത്. അത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ $-watch എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ കാണാം അത് റണ്ണായിട്ട് style.css എന്ന് പറയുന്ന ഒരു പുതിയ ഫയലിലേക്ക് അത് വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ നമ്മളിവിടെ കൊടുത്ത input.cssൽ എഴുതിയ ഇത്രയും കാര്യങ്ങൾ, Tailwind CSSൻ്റെ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ അത് style.cssലേക്ക് ജനറേറ്റ് ചെയ്ത് വന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ഈ style.css ആയിരിക്കണം നമ്മൾ index.html വന്നിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ട ഫയൽ. ലിങ്ക് CSS style.css മനസ്സിലായല്ലോ അല്ലേ? അതായത് input.cssൽ നമ്മൾ എഴുതുമ്പോൾ അത് ഈ നമ്മൾ നേരത്തെ കൊടുത്ത കമാൻഡ് റണ്ണായി style.css എന്ന് പറയുന്ന ഫയലിലേക്ക് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും നോർമൽ CSS ആയിട്ട്. ആ style.css ആയിരിക്കണം നമ്മളിവിടെ index.html വന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു പ്രധാന കാര്യം ചെയ്യാനുണ്ട്. അതായത് നേരത്തെ നമ്മളൊരു ടെർമിനലിൽ ഒരു കമാൻഡ് കൊടുത്ത് style.css ക്രിയേറ്റ് ചെയ്തല്ലോ. അത് നെക്സ്റ്റ് ടൈമിൽ, അതായത് അടുത്ത ദിവസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്തോ വീണ്ടും നമ്മൾ ഈ പ്രൊജക്റ്റ് വന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ടെർമിനലിൽ നമ്മൾ വീണ്ടും വന്ന് റൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും നീളമുള്ള ഒരു കോഡ് വീണ്ടും റൺ ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു package.jsonൽ വന്നുകൊണ്ട് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കമാൻഡ് പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ കോഡ് തന്നെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ npxൻ്റെ ആവശ്യമില്ല, കാരണം അത് ടെർമിനലിൽ റൺ ചെയ്യുമ്പോഴാണ് npx ആവശ്യമുള്ളത്. ബാക്കിയെല്ലാം സെയിം. പബ്ലിക് ഫോൾഡറിനകത്ത് CSS ഫോൾഡറിനകത്ത് input.cssൽ നിന്ന് ജനറേറ്റായി തിരിച്ച് style.cssലേക്ക് ആ നോർമൽ സൈസ് സ്റ്റൈലുകളെല്ലാം വന്ന് ജനറേറ്റ് ആകണം. അതിൻ്റെ എന്നിട്ട് $-watch കൊടുക്കുക. എന്നിട്ട് ഈ നീളമുള്ള ഈ കോഡിനെ വളരെ ചുരുക്കിക്കൊണ്ട് നമുക്കിവിടെ ഒരു പുതിയ പേരിൽ, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, പുതിയൊരു പേരിൽ നമുക്ക് ഷോർട്ടാക്കി വയ്ക്കാം. അതായത് നമ്മളിവിടെ തൽക്കാലം ഈ VS കോഡ് ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഡേയിൽ വന്ന് VS കോഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ വന്ന് ഇത് കണ്ടോ, ഇവിടെ വന്ന് നമ്മൾ നേരത്തെ ഇവിടെ package.jsonൽ കൊടുത്ത ആ ഷോർട്ട് കോഡ് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് npm run build എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്ന input.cssഉം style.css ആയിട്ട് വീണ്ടും ജനറേറ്റ് ആയിട്ട് വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ഇവിടെ input.cssൽ നമ്മൾ എഴുതുന്ന കോഡുകളൊന്നും style.cssലേക്ക് ജനറേറ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റലേഷൻ്റെ പ്രോസസ്സ്. നമുക്കിനി വർക്കാവുന്നുണ്ടോയെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ style.cssൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ജനറേറ്റായി വരുന്ന ഒരു ഫയലാണ്. ഇവിടെ input.cssലാണ് നമ്മളത് എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു നോർമൽ സ്റ്റൈലിൽ ഞാൻ ബോഡിക്കൊരു മിൻ ഹൈറ്റ് 100 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് അക്വ എന്നൊരു കളർ കൊടുത്തു. ഇവിടെ നോർമൽ സ്റ്റൈലാണ് ഞാൻ എഴുതുന്നത്. Tailwind CSSൻ്റെ സ്റ്റൈലുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ തൽക്കാലം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു നോർമൽ സ്റ്റൈൽ കൊടുത്തു. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ. അതിനായിട്ട് index.html വന്ന് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുക. നോക്കിയേ, അത് പെർഫെക്റ്റ് ആയിട്ട് വർക്കായി. നമ്മൾ കൊടുത്ത ബോഡിക്ക് നമ്മൾ കൊടുത്ത മിൻ ഹൈറ്റ് 100 വ്യൂ പോർട്ട് ഹൈറ്റും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ Tailwind CSSൻ്റെ ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഇനി എന്തെങ്കിലും മനസ്സിലാകാതുള്ളവർക്ക് 1-2 തവണ കാണുക, ചെയ്തു നോക്കുക. മനസ്സിലാകാതുള്ളവർക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ബൈ.